ചേലക്കരയിലെ ഇലക്ഷൻ നടക്കുന്നതിന് സ്വല്പം മുമ്പാണല്ലോ സന്ദീപ് വാര്യർ പോയത്. അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് 10,000 വോട്ട് പാർട്ടിക്ക് അവിടെ കൂടുകയും ചെയ്തത്. അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പാലക്കാട് ഇലക്ഷൻ നടന്നത്. അത് നമ്മുടെ പാർട്ടിക്കും അതിൻ്റെ അജണ്ടയ്ക്കും പറ്റാത്ത ഒരാളാണ്. ആളുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആൾക്ക് വ്യക്തിപരമായിട്ട് ആൾ ഉദ്ദേശിക്കണ മാതിരിയുള്ള അംഗീകാരങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ പോണത്. നമുക്ക് അംഗീകാരമല്ല, പ്രവർത്തനമാണ്. ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് അംഗീകാരങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ അംഗീകാരത്തിന് തേടി പോണ്ട. കാരണം ഒന്നുമല്ലാതെ ഇരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പാർട്ടി അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയൊരു നിലയിൽ കൊണ്ടുവന്നിരുത്തി പാർട്ടിയുടെ സകലവിധ ആദരവും പാർട്ടി പ്രവർത്തകരുടെ ഫാനായി തീർന്ന, അതായത് എല്ലാവർക്കും ഒരു ആരാധനാ കഥാപാത്രമായി ചുരുക്കം സമയം കൊണ്ട് കയറി വന്നൊരു വ്യക്തി ഒരു ദിവസം സുപ്രഭാതത്തിൽ പാർട്ടിയെ തള്ളിക്കളഞ്ഞ അപ്പുറത്തൊരു സംഘത്തിൽ ചെന്ന് ചേക്കേറ, അതും നമ്മൾക്ക് തീരെ ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് ചേക്കേറുന്ന ഒരു നിലപാടിനെ ഒരു പാർട്ടി പ്രവർത്തകനും, അതായത് ആത്മാർത്ഥതയുള്ള ഒരു പാർട്ടി പ്രവർത്തകനും അതിനെ വെച്ചുറപ്പിക്കാൻ സാധ്യമല്ല. നമസ്കാരം ചേട്ടാ, ഈ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയത് ചേലക്കരയിലും പാലക്കാടും ഏതെങ്കിലും തരത്തിൽ ആ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല. ചേലക്കരയിലെ ഇലക്ഷൻ നടക്കുന്നതിന് സ്വല്പം മുമ്പാണല്ലോ സന്ദീപ് വാര്യർ പോയത്. അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് 10,000 വോട്ട് പാർട്ടിക്ക് അവിടെ കൂടുകയും ചെയ്തത്. അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പാലക്കാട് ഇലക്ഷൻ നടന്നത്. അവിടെ പാർട്ടിക്ക് കുറച്ച് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അത് പാർട്ടി തീർച്ചയായിട്ടും പരിശോധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് എല്ലാവരും വലിയ രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ചേലക്കരയിലും പാലക്കാടും ഈ സന്ദീപ് വാര്യർ പോയതിനു ശേഷം വലിയ പരാജയം ഉണ്ടായിരുന്നു. അതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണല്ലോ അതിൻ്റെ ഒരു മറുപടി? തീർച്ചയായിട്ടും അവിടുത്തെ ഈ 10,000 വോട്ട് തന്നെയാണ് അതിൻ്റെ മറുപടി. പിന്നെ ഈ മാധ്യമങ്ങൾ പണ്ട് സുരേഷ് ഗോപി ഇവിടെ നിന്നപ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ എത്ര ഭൂരിപക്ഷത്തിനാണ് BJP ജയിച്ചത്, വല്ല കാര്യം വേണ്ടുന്നുണ്ടോ? ഇത് മാധ്യമ സൃഷ്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കേരളത്തിൽ BJPയുടെ നേതൃത്വം ഇതുപോലുള്ള വിഷയങ്ങൾ നല്ല രീതിയിൽ പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും വരുന്ന കാലഘട്ടങ്ങളിൽ പാർട്ടി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് പരിശോധിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് ഇപ്പോൾ പ്രധാനമായിട്ട് കേരളത്തിലെ ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് എന്തെങ്കിലും ഒരു മാനസിക വിഷമം ഈ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് പോയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? ഒരു വിഷയവുമില്ല. കാരണം പാർട്ടിക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കുറച്ച് കാലമായിട്ട് സന്ദീപ് വാര്യർ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഞങ്ങൾക്ക് അടുത്തറിയാവുന്ന കുറേ ആൾക്കാർക്ക് അറിയാതെ, പാർട്ടിയേക്കാൾ വലുതല്ല വ്യക്തി. സന്ദീപ് ജി പോയതിൽ ഒരു വിഷമവും ഇല്ല, പാർട്ടിക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ 10,000 വോട്ട് ചേലക്കരയിൽ കൂടാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ രീതിയിൽ ഇതൊരു ആഹ്ലാദമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ ഏത് തരത്തിലാണ് കാണുന്നത്? അത് നമുക്കറിയാമല്ലോ. പണ്ട് ഇവിടെ കെ കരുണാകരൻ ഇവിടെ കോൺഗ്രസിൽ എത്ര കാലം മുഖ്യമന്ത്രിയായി ഇരുന്നിട്ട് അദ്ദേഹം ഒരു കാലഘട്ടങ്ങളിൽ ഇവർ കോൺഗ്രസ് തന്നെ ചവിട്ടി തേച്ച് കളഞ്ഞിട്ട് വേറെ പാർട്ടിയായില്ലേ, മകൻ പോയില്ലേ, വീണ്ടും അവർ വന്ന് ഇപ്പോൾ മുരളീധരൻ്റെ സ്ഥാനം എന്താണ് കോൺഗ്രസ്സിൽ. ഇതുപോലെ തന്നെയാണ് അടുത്ത വരുന്ന സമയത്ത് ഈ സന്ദീപ് ജിയെ അവർ ചവിട്ടി തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു സംശയമില്ല. ആളിനി BJPയിലേക്ക് തിരിച്ചു വന്നാൽ എടുക്കണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടോ? അത് എന്താ പറയുക, ചാപിള്ളയോ അങ്ങനെയൊക്കെ ഇങ്ങനെ കാരണവന്മാർ പറയും. എടുത്തിട്ടും കാര്യമൊന്നുമില്ല. അയാളുടെ നല്ല കാലമൊക്കെ പോയി. നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്ന ആൾക്ക് പാർട്ടിയിലും യുവജനങ്ങൾക്ക് ഇടയ്ക്കും. ആ പാർട്ടി വിട്ട് പോയതോടുകൂടി അയാൾ പോയി. നമ്മുടെ ഫാൻസ് ആയിരുന്നു സന്ദീപിന്റെ. തീർച്ചയായിട്ടും അയാൾ ഞങ്ങൾക്കൊരു എന്താ പറയുക, TV ചാനലൊക്കെ കാണാൻ വരുമ്പോൾ ഞങ്ങൾക്ക് രോമാഞ്ചമായിരുന്നു. എന്താ തോന്നുന്നത്? ഇപ്പോൾ വളരെ അവജ്ഞ. ഇങ്ങനൊരു മനുഷ്യനുണ്ടോ ഇങ്ങനെ? അതായത് അച്ഛനല്ല എന്ന് പറയുന്ന പോലെയല്ലേ അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയല്ല എന്നും അച്ഛനല്ല എന്നും പറയുന്നവൻ വ്യക്തിയാണോ? സന്ദീപ് ജി അങ്ങനെ അല്ല ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര വിഷം ഉള്ള ഒരു മനുഷ്യനാണെന്ന് അറിയില്ലായിരുന്നു. ഈ ഭാരതത്തിന് തന്നെ പറ്റാത്ത ഒരാളാണ്. അത്രയും നെഗറ്റീവായി മാറിയെന്നല്ല. ഇപ്പോൾ എവിടെയാ പോയിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം പൊന്നാനിയിലൊക്കെ പോയെന്ന് പറഞ്ഞു കേട്ടു. എന്തിനാണെന്ന് അറിയില്ല. നമസ്കാരം ചേട്ടാ, ഇപ്പോൾ BJPയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയതിനു ശേഷം ഒരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഏതെങ്കിലും തരത്തിലൊരു മനോവിഷമം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തകർ വരുന്നതും പോകുന്നതും എല്ലാം സർവ്വസാധാരണമാണ്.
അതുപോലെ തന്നെ സന്ദീപ് വാര്യര് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഒരു നാവായാണ് നമ്മൾ കണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തെ നെഞ്ചേറ്റിയ പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും. അതുപോലെ തന്നെ പാർട്ടി വിട്ടുപോയ അന്ന് തന്നെ അദ്ദേഹത്തെ മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞ വ്യക്തികൾ കൂടിയാണ് ഞങ്ങൾ. കാരണം ഒരു പ്രസ്ഥാനം നമ്മളെ എത്രത്തോളം കൈകോർത്ത് പിടിച്ച് നമ്മളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിട്ട് തന്നെ സന്ദീപ് വാര്യരെ കാണണം. കാരണം ഒന്നുമല്ലാതെ ഇരുന്ന ഒരു സ്ഥലത്ത് നിന്ന് പാർട്ടി അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയൊരു നിലയിൽ കൊണ്ടുവന്നിരുത്തി പാർട്ടിയുടെ സകലവിധ ആദരവും പാർട്ടി പ്രവർത്തകരുടെ ഫാനായി തീർന്ന, അതായത് എല്ലാവർക്കും ഒരു ആരാധനാ കഥാപാത്രമായി ചുരുക്കം സമയം കൊണ്ട് കയറി വന്നൊരു വ്യക്തി ഒരു ദിവസം സുപ്രഭാതത്തിൽ പാർട്ടിയെ തള്ളിക്കളഞ്ഞ അപ്പുറത്തൊരു സംഘത്തിൽ ചെന്ന് ചേക്കേറ, അതും നമ്മൾക്ക് തീരെ ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് ചേക്കേറുന്ന ഒരു നിലപാടിനെ ഒരു പാർട്ടി പ്രവർത്തകനും, അതായത് ആത്മാർത്ഥതയുള്ള ഒരു പാർട്ടി പ്രവർത്തകനും അതിനെ വെച്ചുറപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ നിരന്തരമായിട്ട് BJP-യെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ എല്ലാ ദിവസവും വന്നിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ട് ആള്, ഓരോ മാധ്യമങ്ങളുടെ ചർച്ചകളിലുമുണ്ട്. എന്താണ് പറയാനുള്ളത് ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ഒരു വിഴുപ്പലക്കൽ എന്നുള്ള ഒരു സംഭവത്തോട്? തീർച്ചയായും വിഴുപ്പലക്കൽ എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട്, ആ പാർട്ടിയുടെ ലേബലിൽ നിന്നുകൊണ്ട് ഉയരങ്ങളിലെത്തിയതിനു ശേഷം അതേ പാർട്ടിയെ തന്നെ തിരിച്ച് അതിലും മോശമായ രീതിയിൽ സംസാരിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഒരു വിഴുപ്പലക്കലുകാരനായി തന്നെയാണ് ജനങ്ങളുടെ മുന്നിലും ജനങ്ങളുടെ മനസ്സിലും എത്തുകയുള്ളൂ. കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിൽ അദ്ദേഹം വലിയ മാന്യനോ എല്ലാമായിരുന്നിരിക്കാം. അത് ഈ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രമാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കോൺഗ്രസിനെ നിരന്തരമായിട്ട് ആള് കടന്നാക്രമിച്ചിരുന്നു, കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെല്ലാം. ഈ മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങളെയൊക്കെ പോയി നേരിട്ട്, അല്ലെങ്കിൽ പാണക്കാട് തന്നെ പോയി അദ്ദേഹം കാണുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? തീർച്ചയായും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മുസ്ലിം ലീഗും അതിനെ തുടർന്നുള്ള തങ്ങൾ കുടുംബവും പാണക്കാട് കുടുംബവും ഒക്കെയായുള്ള ബന്ധമാണ്. ഒരു ബിസിനസ്, രാഷ്ട്രീയ ബിസിനസ്സാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കച്ചവടം, കുതിരക്കച്ചവടം എന്ന് തന്നെ പറയാം. ഇവിടെ നിന്ന് കാലുമാറി അവിടെ ചെന്നു, അവിടെ ആരൊക്കെ കണ്ട് നമുക്ക് എന്തെല്ലാം സാധിച്ചെടുക്കാം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതിനുവേണ്ടി അയാൾ ഈ സമയത്ത് ഏതറ്റം വരെ, അതായത് പാതാളം വരെ പോവും എന്നുള്ളത് നമുക്ക് അയാളുടെ ചേഷ്ടകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമസ്കാരം. ചേട്ടാ, ഈ സന്ദീപ് വാര്യർ BJP വിട്ടു പോയതിൽ ഏതെങ്കിലും തരത്തിലൊരു വിഷമമുണ്ടോ നിങ്ങൾക്ക്? യാതൊരു വിഷമവുമില്ല. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ പാർട്ടിക്കും അതിന്റെ അജണ്ടയ്ക്കും പറ്റാത്ത ഒരാളാണ്. ആളുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആൾക്ക് വ്യക്തിപരമായിട്ട് ആൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള അംഗീകാരങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ പോണത്. നമുക്ക് അംഗീകാരമല്ല, പ്രവർത്തനമാണ്. ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് അംഗീകാരങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ അംഗീകാരത്തിന് തേടി പോണ്ട. അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ നിലയ്ക്കാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള. ആൾ പോയി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നരേന്ദ്രമോദിയെ പോലും വർഗീയവാദി എന്നുള്ള നിലയിലേക്ക് അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിയുടെ പോസ്റ്ററുകൾ വരെ ഒട്ടിച്ച് പ്രവർത്തിച്ച് നടക്കുന്ന ആളുകളാണ് നിങ്ങൾ. എന്താണ് പറയാനുള്ള ഒരു വിഷയത്തിൽ? തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി രാവും പകലും നമ്മുടെ ചെറിയൊരു വരുമാനത്തിൽ നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ്. പാർട്ടിക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പണിയുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇങ്ങനെ ആരാധനായ ഒരു ക്വസ്റ്റ്യന് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പൊതുവെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ കോൺഗ്രസിൽ പോയി പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ BJP ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? യാതൊരു ഒരു ബാധ്യതയും നമുക്ക് ഉണ്ടാവില്ല, ബാധിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാധിക്കില്ല. നല്ല പ്രവർത്തകരുണ്ട്, നല്ല ബലിദാനികളുടെ നടന്ന പ്രസ്ഥാനമാണിത്. പക്ഷേ ഈ ചേലക്കരയിൽ അദ്ദേഹം പോയിട്ട് പാർട്ടി വിട്ടതിന് തൊട്ട് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ചേലക്കര. അവിടെ 10,000-ഓളം വോട്ടുകൾ BJP കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പാർട്ടി വിട്ടുപോയത് ജനങ്ങളെ ബാധിച്ചിട്ടില്ല, ജനങ്ങൾ ഒരു ചർച്ചയായിട്ടില്ല. ഇതൊരു RSS എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തി പോയ ഒന്നും ഉണ്ടാവില്ല. ഇതൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് സന്ദീപ് വാര്യർ ഒന്നുമല്ല ഞങ്ങൾക്ക്.
അതാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ സന്ദീപ് വാര്യർ ഫാൻസ് ആയിരുന്നു? തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തെ നമ്മുടെ അടുത്ത് ഇവിടെ ഓരോ പാർട്ടി പരിപാടിക്കും പ്രസംഗിക്കാനൊക്കെ വരുമ്പോൾ ആളുടെ ഒപ്പം നിന്ന് സെൽഫി എടുക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള സെൽഫി എടുത്തിട്ടുണ്ട്. അതിനെ പറ്റി ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഫോട്ടോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്തു, കുറെ ഒക്കെ ഇന്നിപ്പോ ഞാൻ തപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടുന്നില്ല ഇതില്, അല്ലെങ്കിൽ അത് കാണായിരുന്നു. അപ്പോ ഇവിടെ വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് ആയിട്ടില്ല പുള്ളി പാർട്ടി പോയി. ആള് നമുക്കൊന്നുമില്ല, ആള് പോയാൽ ആള് പോവും, അത്രേ ഉള്ളൂ. ആൾക്ക് തന്നെ ഇപ്പോ നഷ്ടം വരണത് നല്ലൊരു ആളായിരുന്നു. ആള് പാർട്ടിയിലൊപ്പം നിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നല്ല നല്ല ഉന്നതങ്ങളിലേക്ക് എത്തേണ്ട ഒരു മനുഷ്യനായിരുന്നു. ഇപ്പൊ അപ്പുറത്ത് ഇപ്പുറത്ത് ആരോടെങ്കിലും വില പേശി പോയിട്ടുണ്ടെങ്കിൽ അത് ആളുടെ കഷ്ടകാല, ആള് ചുവാവില്ല. അതന്നെ എനിക്ക് പറയാനുള്ളത്.